ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളും ഇല്ലായിരുന്നു, വീട്ടിലായിരുന്നു, എങ്ങും പോയില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു ചെറിയ വിവാഹ റിസപ്ഷൻ, ഒരു കുഞ്ഞ് കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. ഞാൻ അതിന് പോവുകയാണ്. ഞാനും എൻ്റെ മോനും കൂടെ. അവൻ കുളിക്കുന്നു, ഇപ്പോൾ റെഡിയായി ഇറങ്ങും. ഒരു ചെറിയ പരിപാടി, അതേ ഉള്ളൂ ഇന്നത്തെ ഈസ്റ്റർ ദിന വിശേഷം. കൂട്ടുകാരെ, ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ, സ്ഥലവും എല്ലാം കാണിക്കാം കേട്ടാ കൂട്ടുകാരെ. ഇന്ന് ഇവിടുത്തെ കുക്കിങ്ങൊക്കെ ഇന്ന് തട്ടിക്കൂട്ട് കുക്കിങ്ങൊക്കെ ആക്കി അങ്ങ് കഴിഞ്ഞു. ഇന്ന് പുറത്തൊന്നും പോയതുമില്ല, ഒന്നുമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. എല്ലാം ഞാൻ കാണിക്കാം. കുഞ്ഞൊരു കല്യാണമാണ്, ഒരു മോളുടെ കല്യാണം. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇന്ന് ഇതുവരെയും വീഡിയോ ഇടാൻ പറ്റിയില്ല. എല്ലാവരും ഗംഭീരമായിട്ട് ഈസ്റ്ററൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും ഇന്ന് ഭയങ്കരമായ വിശേഷമാണ്. ക്രിസ്ത്യൻസൊക്കെ എല്ലാവരും മാത്രമല്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇത് നല്ലതുപോലെ ആഘോഷിക്കും. പക്ഷേ ഞാൻ മാത്രം ഇന്നൊന്നും ആഘോഷിച്ചില്ല. പക്ഷേ എന്നാലും ഈ കല്യാണത്തിന് പോകാനും സത്യത്തിൽ ഇന്ന് എനിക്കൊരു മൂഡുമില്ല. എന്നാലും ഞാനിപ്പോൾ പോവുകയാണ്. അത് പോയെങ്കിലേ പറ്റൂ, അതുകൊണ്ട് പോവുകയാണ് കൂട്ടുകാർ. അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കി അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി. വഴിയിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ തുണിക്കട വന്ന് ഫാസിയോ കണ്ട എല്ലാ കൂട്ടുകാർ. ഇത് മഹൽ ഫുഡ്സാണ്. അങ്ങനെ രാത്രിയിൽ പല കടകളും എല്ലാം കണ്ട്. റൈറ്റ് സൈഡിൽ ആർക്കെ വെഡിങ് മാളാണ്, പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ് പോളയത്തോട്ടിൽ. ഇതെല്ലാം കണ്ട് ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് പോവുകയാണ്. ചായക്കട മുക്കിനാണ് ചെറിയ ഒരു ഓഡിറ്റോറിയം, AVM ഓഡിറ്റോറിയം. അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഡീസൽ അടിക്കാനായിട്ടാണ് ഞങ്ങൾ. ഈ നൈറ്റ് ലൈഫ് പുതുതായിട്ടൊരു പാർക്ക് വന്ന് അവിടെ നൈറ്റ് ലൈഫൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ആളുകൾ കണ്ടോ, എന്തോരം ആളുകളാണെന്നറിയാമോ. ഇന്ന് അവധിയും ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഉണ്ട്. പാർക്കിനകത്തും പുറത്തും എല്ലാം ഉണ്ട്. അകത്ത് കിടക്കുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ ആളുകളാണുള്ളത്. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പമ്പിലെത്തി ഡീസൽ അടിക്കാനായിട്ട് വന്നു. ഇവിടെ നിന്ന് ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ നിന്ന് മിഠായി കിട്ടും. ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതൊരു സന്തോഷമാണ്. നല്ല ഒരു പമ്പാണ്, അതുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ള പമ്പാണ്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് അടിക്കുന്നത്. എന്നിട്ട് നമ്മൾ കല്യാണ സ്ഥലത്തേക്ക് പോവുകയാണ്. കണ്ടാ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കല്യാണ സ്ഥലത്തേക്കുള്ള യാത്ര. ഇതാണ് ഇന്നത്തെ ഈസ്റ്റർ, കല്യാണ സ്ഥലത്തേക്കുള്ള യാത്ര. കല്യാണ റിസപ്ഷൻ, കല്യാണം നാളെ. അങ്ങനെ കല്യാണ സ്ഥലത്തെത്തി. ഇതാണ് വധു, കറുത്ത സുന്ദരി കുട്ടിയാണ്. ജോലിയൊക്കെ കിട്ടി. ജോലി കിട്ടിയിട്ട് ഇപ്പം കല്യാണമൊക്കെ ആയി. അങ്ങനത്തെ ഒരു മോളുടെ കല്യാണമാണ്. ഇതാണ് പെണ്ണ്. റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നു. കണ്ടാണ്. ഇതാണ് പെൺകുട്ടി. ഡ്രസ്സ് കണ്ട, ചുവന്ന ഡ്രസ്സാണ്. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നു. ഇവിടെ ഓഡിറ്റോറിയത്തിൽ ആളുകളെ കാണാത്തതുകൊണ്ട് ആരും ഒന്നും വിഷമിക്കേണ്ട. കാരണം ഫുഡടി ഒരു സ്ഥലത്ത് അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുന്നു, ഇത് കൊടുക്കുന്നു, അപ്പോഴേ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ അത്ര ആരെയും കാണാത്തത്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അങ്ങനെ ദാണ്ട പാർക്കിൻ്റെ മുമ്പിൽ വന്നു. കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ പോയിട്ട് ഇവിടെ തിരിച്ച് ഇതുവഴിയാണ് വീണ്ടും വന്നത്. പാർക്കിൻ്റെ മുൻവശമാണ്. പാർക്കിൽ എന്തോരം ജനങ്ങളുണ്ടെന്ന് കാണിക്കാം.
വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതിന് മോൻ എന്നെ വഴക്ക് പറയുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അങ്ങനെ എന്താണെന്ന് നോക്കിയപ്പോൾ ഇത് ചെസ്സാണ്. ഈ ചെസ്സ് കളിക്കുന്നതിൻ്റെ മുമ്പിൽ റൗണ്ടിന് ആളുകളെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. ചില ആളുകൾ അതിനകത്തുനിന്ന് ഓരോന്നെടുത്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അവർ നല്ല ഹരം പിടിച്ച് കളിക്കുകയാണ് ഒരു ടീം. ഇത് കാണുന്നതിനായിട്ടാണ് ഈ ആണുങ്ങളെല്ലാം കൂടി നിൽക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. കുറേ കൂട്ടുകാർ ഞാനവിടെ ദാണ്ട റോഡിൻ്റെ സൈഡിൽ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കവർ ചെയ്ത് ഇതാണ് പുൽത്തകിടിയും ഈ അറ്റം തൊട്ട് അങ്ങറ്റം വരെ നമുക്ക് നടന്ന് കാണാം. പല കളികളൊക്കെ നടക്കുന്നു. കുട്ടികളെല്ലാവരും ഞാൻ നിന്ന് നിൽക്കണം എന്ന് പറഞ്ഞങ്ങനെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് അവിടെ പാർക്കിൽ ആവോള സ്ഥലമുണ്ട്. ഇതാണ്ട് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് വിഹരിക്കാം. പേരൻസുമായിട്ടും കുട്ടികൾ മാത്രമായിട്ട് കളിക്കുന്നതിനായിട്ടും എല്ലാം അവിടെ ഈ ജിമ്മൊക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും എല്ലാം അതിനകത്ത് വേണ്ടുന്ന എക്സർസൈസൊക്കെ ചെയ്യാവുന്ന സൗകര്യമുണ്ട്. അത് തന്നെ കാണാൻ നല്ലൊരു രസമാണ്. അങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ ഇതായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.